Hey buddies, this is Ragam 2026, South India's largest cultural fest. So, ഇന്ന് നമ്മുടെ രാഗം 2026ന്റെ ഡേ 3 ആണ്. സോ ഡേ 1 ഡേ 2 എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടുത്തെ വൈബ് എന്താണെന്നും ഇവിടുത്തെ സ്റ്റോൾസിനെ കുറിച്ചും മറ്റുമൊക്കെ മുഴുവൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ വെൽക്കം. സോ ഒരു NITN സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എൻ്റയർ ഇയറിൽ 2 ഫെസ്റ്റാണോ എനിക്ക് വരുന്നത്. അതായത് ഒന്ന് തത്വ 2025 അത് നമുക്ക് കഴിഞ്ഞു. ഇനിയിപ്പോ ഉള്ളതാണ് രാഗം 2025. തത്വയിലേക്ക് വരികയാണെങ്കിൽ ഏതാണ്ട് ഒരു 2.1 CR അടുത്ത് നടന്ന പ്രോഗ്രാം ആയിരുന്നു. ഇത് രാഗം എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയതും അതുകൊണ്ട് തന്നെ അതിനേക്കാൾ ഒരുപാട് ലെഗസി ഉള്ളതും. ഏതാണ്ട് തത്വയിലേക്ക് വരുമ്പോൾ 25 ഇയേഴ്സിന്റെ ലെഗസി മാത്രമേ ഉള്ളൂ. പക്ഷേ രാഗത്തിലേക്ക് വരികയാണെങ്കിൽ എമർജൻസി പീരീഡിന് ശേഷം നടന്ന ഒരുപാട് ഇതിന്റെ ബിഹൈൻഡ് ആയിട്ട് ഒരുപാട് സ്റ്റോറീസും സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. നമുക്കിപ്പോ ഇവിടെ കൾച്ചറൽ ഫെസ്റ്റും അതോടൊപ്പം തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. കോൽക്കളി, അതോടൊപ്പം ദഫ്മുട്ട്, അങ്ങനെ ഒരുപാട് എല്ലാ കൾച്ചറൽ ഫെസ്റ്റുകളും ഇവിടെ നടക്കുന്നുണ്ട്. സ്ട്രീറ്റ് പ്ലേ ഒക്കെ ഇന്നലെ നടന്നു കഴിഞ്ഞു. സോ നമുക്ക് ഇവിടുത്തെ വൈബ് എന്താണെന്ന് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഒരുപാട് സ്റ്റോൾസിനെ കുറിച്ചിട്ട് മറ്റൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോ നമ്മള് ഇവിടത്തേക്ക് വരികയാണെങ്കിൽ തന്നെ ഇപ്പൊ ഇന്ന് ഇത് ഒരു 2 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഉച്ചയാണ്. എന്നാലും അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ട്. ഒരുപാട് സ്റ്റേജുകളിൽ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് ഒരുപാട് സ്റ്റേജുകളായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ ഫുള്ളി ക്രൗഡ് ഉണ്ടാവുക. പ്രോ ഷോയ്ക്കൊക്കെ ഏതാണ്ട് 7000-8000 പേരൊക്കെ വരുന്ന ഒരു ഇവന്റ് ആണ്. സോ നമുക്ക് ഇവിടത്തേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഇനീഷ്യലി കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലതായിട്ട് അലങ്കരിച്ച സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതൊരു നൈറ്റിലേക്ക് വരുമ്പോഴാണ് ആക്ച്വലി നൈറ്റ് വൈബാണ് ഇതിന്റെ ബിഗ് മോസ്റ്റ് സാധനം. പക്ഷെ ഇപ്പോ നമുക്ക് നൈറ്റിൽ ഫുള്ളി ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാനിത് മോർണിംഗിൽ ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുൾ ടൈം ക്യാമ്പസ് ഓൺ ആണ്. അവിടെ നമുക്ക് ഇൻഫോർമൽ സ്റ്റേജിൽ അവരിങ്ങനെ പെർഫോം ചെയ്തതും മറ്റൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് 2 ഭാഗത്ത് നോക്കുമ്പോഴും ഒരുപാട് സ്റ്റോൾസ് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികളുടെ അഡ്വർടൈസ്മെന്റ്സ് കാണാൻ പറ്റും. ഹവാൽക്കറിൻ്റെതും അതോടൊപ്പം തന്നെ മിൻട്ര നമ്മുടെ ഇന്നലത്തെ പ്രോ ഷോ അഥവാ ദർശൻ റാവലും വേടനും പങ്കെടുത്തിട്ടുള്ള പ്രോ ഷോയുടെ സ്പോൺസേഴ്സ് ആയിരുന്നു. അവരുടെ ഒരു ഗ്ലാം ഫെസ്റ്റ് എല്ലാ ക്യാമ്പസുകളിലും IITസിലും NITസിലും ഒക്കെ പോയിട്ട് ഇങ്ങനെ കോളേജുകളിലൊക്കെ കയറിയിട്ട് അവർക്ക് ഓഫേഴ്സും സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ക്യാമ്പസ് ടൂറും ഒക്കെ ആയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. സോ അതിന്റെ ഭാഗമായിട്ടാണ് അവരിവിടെ. സോ നമുക്ക് ഇവിടെ നമ്മുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കാണാൻ പറ്റും. നമുക്കൊന്ന് അവിടേക്ക് പോവാം. എന്തായാലും നമ്മുടെ കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ കോഴിക്കോടിന്റെ ഫുഡ് കൾച്ചറിനെ പറ്റിയിട്ടും ഫുഡ് വൈബിനെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. സോ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. സോ നമുക്ക് ഒന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കാം. ഇപ്പൊ LPG ഷോർട്ടേജും ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സമയമാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓണാണ്. സോ നമുക്ക് ഇവിടെ കയറുമ്പോൾ തന്നെ ഹൈദരാബാദി ബിരിയാണി, അതായത് എനിക്ക് തോന്നുന്നത് ഇത് കുത്തുബ് ഷഹിയുടെ ബോർഡാണെന്നാണ്. അപ്പോൾ അവരുടെ ഹൈദരാബാദി ബിരിയാണി, അതേ ഹൈദരാബാദി ഫുഡ് സ്ട്രീറ്റ് എന്നാണ് ഇവിടെ ഫോട്ടോ വരുന്നത്. ഹലീമും ആ രീതിക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതാണ് ഫസ്റ്റ് കുത്തുബ് ഷഹിയുടെ സ്റ്റോൾ എന്ന് പറയുന്നത്. പിന്നെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സുഡാ ഇഡ്ലിയുടെ സ്റ്റോൾ ഉണ്ട്. പിന്നെ അതിനപ്പുറം ഒരു റീഫ്രഷ്മെന്റ് ജ്യൂസും സാധനങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു കോർണറും, അതോടൊപ്പം അതിനുശേഷം നമ്മുടെ നിഞ്ച ലോഡഡ് ഫ്രൈസും അതും ഒക്കെ ആയിട്ടുള്ള ഒരു കോർണർ, പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ചായ സ്നാക്സ് എന്നുള്ള രീതിക്കുള്ള ഒരു കോർണറും, പിന്നെ ദ ഡിലേസ് ഡെസേർട്ട്. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോരുത്തർ ചോദിച്ചാൽ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നായിട്ട് സെപ്പറേറ്റ്ലി എടുക്കാത്തത്. പിന്നെ ആർട്ടിക്കിന്റെ ടെമ്പറിങ് സാധനങ്ങൾ, പിന്നെ അതുപോലെ നമ്മുടെ എൻ്റെ നാട്ടിലെ കണ്ണൂർ കോക്ടെയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ സൈഗ്രിലിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ട്. അതുപോലെ പായസം കോർണർ ഉണ്ട്. പിന്നെ ബൻഫർസയുടെ കോർണർ. പിന്നെ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫാവറോളിൻ്റെ കോർണർ ആയിരുന്നു. അവിടെ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റി ആട്ടോ. അവരുടെ ഷവർമ ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടെ. പിന്നെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ക്രോഫിയുടെ കോർണറും അതോടൊപ്പം തന്നെ സ്കൈ ഐസ്ക്രീംസിന്റെ ഒരു സ്റ്റോളും ഉണ്ട്. സോ ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ആക്ച്വലി LPG ഷോർട്ടേജ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറവാണെന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിൽ എന്തിൽ പോലും ഒരു നോർമൽ കോളേജിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ തന്നെയാണ്. ഇത് നമുക്ക് ആ ഒരു സൈഡിലേക്കും ഒരുപാട് ഫുഡ് സ്റ്റോൾസും സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ എൻ്റെ സ്റ്റോൾസും ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു പാർട്ടിലേക്ക് പോവാം അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഫുഡ് കോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കാരണം അവിടെ നമ്മുടെ ഇൻഫോർമൽസ് നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല നോയ്സ് ഉണ്ട്. സോ നമുക്ക് അവിടെ പിന്നീട് പോവാം. സോ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്കേറ്റ് ബോർഡിംഗ് വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ഒക്കെ അത് ഓരോരുത്തർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു മിൻട്രയുടെ ഒരു കോർണർ ഉണ്ട്. ജസ്റ്റ് ഒരു ഫൺ ഉള്ള രീതിക്ക് ഇങ്ങനെ പ്ലേ ചെയ്യുക, ബാസ്കറ്റ് ബോൾ അതിലേക്ക് ഇടുക. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മിൻട്രയുടെ സ്റ്റോളാണിത്. ഇവിടെ നമുക്ക്
അവരുടെ ഹാഷ്ടാഗും സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറിയോ പോസ്റ്റോ ഇട്ട് അതിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗിഫ്റ്റും സാധനങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതോടൊപ്പം തന്നെ ഇവരാണ് നമ്മുടെ അതോടൊപ്പം തന്നെ ഇവരുടെ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ ഫ്ലാറ്റ് 50% ഓഫ് ഈ ഒരു സ്കാനർ വെച്ച് യൂസ് ചെയ്താൽ അവരുടെ നമുക്കൊരു സ്കാനർ തരും. അത് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് അത് വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി. സോ നമുക്ക് അങ്ങനെയും ഒരു ഓഫേഴ്സ് ഇവിടെ വന്നവർക്കൊക്കെ ഉണ്ട് കേട്ടോ, അത് മറക്കണ്ട. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുഹബത്ത് കാ സർബത്ത്, അതുപോലെ ഉപ്പിലിട്ട സാധനങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് ഡ്രിങ്ക്സ് ഐറ്റംസ് ഉള്ള ഒരു സ്റ്റോളും, അതോടൊപ്പം തന്നെ മുനീർസ് ജ്യൂസ് കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സർബത്ത് ഐറ്റംസുകളുടെ ഒരു സ്റ്റോളും കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ടാണ് നമ്മുടെ പ്രോഷോയുടെ എൻട്രി വരുന്നത്. സോ നമുക്കൊന്ന് പ്രോഡസയുടെ ഉള്ളിലേക്കും കൂടെ പോയി നോക്കാം. ഇന്നലെ കവാലിയും അതോടൊപ്പം തന്നെ സിലു ആൻഡ് ഷാമിലിൻ്റെ ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ നടന്നായിരുന്നു. ഇത് നമ്മുടെ ഓപ്പൺ എയർ തിയേറ്ററാണ്. സോ നമുക്കൊന്ന് അതിൻ്റെ ഉള്ളിലേക്കും കൂടെ കയറി നോക്കാം. രാഗത്തിന്റെ പ്രോഡസയുടെ സ്റ്റേജ് ആണ് ഇവിടെ ഉള്ളത്. സോ നമുക്കിവിടെ ഇങ്ങനെ ഇതിന്റെ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് എപ്പോഴൊക്കെയാണ് നടക്കുന്നത്, എവിടെയൊക്കെയാണ് അതിന്റെ ഇവന്റ്സ് സാധനങ്ങൾ മെൻഷൻ ചെയ്യുന്ന ഒരു സാധനം ഇവിടെ ഉണ്ട്. സോ നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറി കടന്നു നോക്കാം. ഇവിടെ ഇപ്പൊ ഏതോ ഒരു ടീമിന്റെ സൗണ്ട്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് നോക്കാം. സോ ഇവിടെ സൗണ്ട് ചെക്ക് ആയതുകൊണ്ട് തന്നെ ക്രൗഡൊക്കെ അത്യാവശ്യം കുറവാണ്. പക്ഷെ സൗണ്ട് ചെക്ക് ആണ് സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രോഗ്രാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു സൗണ്ട് ചെക്ക് കഴിഞ്ഞിട്ടേ പ്രോഗ്രാം ഉണ്ടാവുള്ളൂ. നമ്മൾ വീണ്ടും സ്റ്റോളിന്റെ ഏരിയയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്യാൻ ഫ്രഷിന്റെ വാട്ടർമെലൺ, പൈനാപ്പിൾ ജ്യൂസ്, ഗ്രേപ്പ് ലൈം ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. പിന്നീട് വീണ്ടും വരികയാണെങ്കിൽ ലൈം ആൻഡ് കോ എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ചുകൂടെ ബ്രാൻഡിങ് എന്നുള്ള രീതിക്ക് നന്നായിട്ട് ഒരു ജ്യൂസും സാധനങ്ങളൊക്കെ ഫാഷൻ ഫുഡിന്റെ ജ്യൂസൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ അമൂലിന്റെ കോർണർ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ CCC കമ്പ്യൂട്ടർ സെന്ററിന്റെ മുമ്പിലായിട്ട് നമ്മുടെ സൽമാൻസ് പെർഫ്യൂമിന്റെ ഒരു സ്റ്റോളും കൂടെ കാണാൻ പറ്റും. ഇന്നലെയൊക്കെ അത് ആക്റ്റീവ് ആയിരുന്നു, ഇപ്പോൾ ഓൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഒരുപാട് ഹൂദിന്റെയും സാധനങ്ങളൊക്കെ ഇന്നലെ കത്തിച്ചെന്ന് കണ്ടിരുന്നു. പിന്നെ നമുക്ക് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ഫാൻസി ഐറ്റംസിന്റെയും സാധനങ്ങളുടെയൊക്കെ ആയിട്ടുള്ള ഒരു കോർണർ അത്യാവശ്യം ക്രൗഡഡ് ആണ് അവിടെ. പിന്നെ ചെറുബോയ് എന്ന് പറഞ്ഞിട്ട് ഫുഡ്സും സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ട്. അവിടെ അവരുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്വീറ്റ് കോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫുഡ് സ്പോട്ട് തന്നെയാണ് മെയിൻലി ഒരു ബസ്സിന്റെ പാർട്ടായിട്ടുള്ളത്. പിന്നെ ഇവിടെ ക്യാൻ ഫ്രഷ് വീണ്ടും, പിന്നെ ചില്ലി ടൊമാറ്റോ, ഒരുപാട് ടൈപ്പ് ഓഫ് പോപ്കോൺസിന്റെ കോർണറും. പിന്നെ നമ്മൾ ആ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ടാറ്റൂസിൻ്റെതും അതോടൊപ്പം തന്നെ നമ്മുടെ ARC ഫൗണ്ടേഷൻസിന്റെ സ്റ്റോളും മറ്റുമൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സോഡ, അതോടൊപ്പം തന്നെ ആ ഒരു ടൈപ്പ് ഡ്രിങ്ക്സിന്റെ ഒരു കോർണറാണ്. പിന്നെ ഈ ഒരു സൈഡിലുള്ള ഫുഡ് കോർണേഴ്സ് കഴിഞ്ഞു. പിന്നെ നമുക്കിവിടെ നമ്മുടെ സ്റ്റോൾ, അതായത് നമ്മുടെ ഇൻഫോർമൽസിന്റെ സ്റ്റേജ് ആണ് കാണാൻ പറ്റുക. സോ നമുക്കിനി നമ്മുടെ പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് നടന്നു നോക്കാം. അതായത് ഇവിടെ എസ്കേപ്പ് റൂമും അതോടൊപ്പം തന്നെ ട്രഷർ ഹണ്ടും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന്. സോ നമുക്ക് ഇതാണ് നമ്മുടെ മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. സോ മെയിൻ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുത്തെ അവസ്ഥകൾ എന്തെന്നാ, അവിടുത്തെ ഒരു ഇവന്റും സാധനങ്ങളൊക്കെ നോക്കാം. സോ നമുക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഹെൽപ്പ് ഡെസ്കും സാധനങ്ങളൊക്കെ ഉണ്ട്. പലരും ഒരു ലഞ്ച് ബ്രേക്ക് ആ ഒരു ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരില്ല ഇപ്പോൾ. പിന്നെ നമുക്ക് നോക്കാം. സോ ഇവിടെ കയറിയതിന് ശേഷമാണ് മനസ്സിലായത് ഇപ്പോൾ ഈവനിങ്ങിന്റെ ബ്രേക്കിലല്ല, സോറി ആഫ്റ്റർനൂണിന്റെ ബ്രേക്കിലാണ് ഉള്ളത് എസ്കേപ്പ് റൂം സാധനങ്ങളൊക്കെ. സോ ഇതാണ് നമ്മുടെ ഹോമിജി ബാബ മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. NITയുടെ ഏറ്റവും പഴകിയ ബിൽഡിങ്ങുകളിൽ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അപ്പോൾ ഞാൻ അതിൻ്റെ വിഷ്വൽസ് എന്തായാലും ഇതിൻ്റെ ഒപ്പം തന്നെ ഉൾപ്പെടുത്താൻ നോക്കാം ഇതിൻ്റെ ഒരു പാർട്ടായിട്ട്. പിന്നെ നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകാന്നുണ്ടാൽ അവിടെ ഒരുപാട് ആൾക്കാർ പെയിൻറ്റിങ്ങും സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ കോമ്പറ്റീഷൻ ആയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. സോ ഞാൻ അതിലേക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അവരെ. പിന്നെ നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു സൈഡിലുള്ള സ്റ്റോൾസും സാധനങ്ങളൊക്കെ കാണാൻ പോകാം. അപ്പോൾ വാ, നമ്മുടെ ഹവാൾക്കറിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ട് ഇവിടെ. ഹവാൾക്കറിൻ്റെ സ്റ്റോളാണ് നിങ്ങൾ അവിടെ കാണുന്നത്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ ടീഷർട്ട്സും അതോടൊപ്പം തന്നെ പോസ്റ്റേഴ്സുകളുടെയും പിന്നെ ടാറ്റൂസിൻ്റെയും ഒക്കെ കോർണേഴ്സ് നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും. പിന്നെ റിഫ്രഷ്മെൻറ്റ് വാട്ടേഴ്സിൻ്റെയും സാധനങ്ങളൊക്കെ ആയിട്ടുള്ള കോർണറും. പിന്നെ ഇവിടെ KTMൻ്റെ കോർണർ ഉണ്ടായിരുന്നു, ഇന്നത് ഓപ്പൺ ആയിട്ടില്ല. സോ കുറച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ഓട്ടോമോട്ടീവ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള നമ്മുടെ അമാന ടൊയോട്ടയുടെ ഒരു സ്റ്റോളും കൂടെ ഉണ്ട് ഇവിടെ. സോ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. പിന്നെ അവിടെ നമുക്ക് അമാന ടൊയോട്ടയുടെ സ്റ്റോളാണെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ കാർണിവൽസിന്റെ പാർട്ടായിട്ട് നമുക്ക് ഒരുപാട് ഗെയിംസ്, അതായത് ബുൾ ഫൈറ്റ്, അതോടൊപ്പം തന്നെ ഗുസ്തി, ആ ഒരു രീതിക്കുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കാർണിവലിന്റെ പാർട്ടായിട്ട് നമുക്ക് ആരോ ഷൂട്ടിങ്ങും അതോടൊപ്പം തന്നെ പിന്നെ ഒരുപാട് കാർണിവൽ ഐറ്റംസുകൾ, ഒരുപാട് രീതിക്കുള്ള
ഗെയിംസും പ്രോഗ്രാംസും സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു iPhone 17 ഒരു വലിയൊരു ക്യാമറ വെച്ചിട്ട് അതുമേൽ മിററൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു നൈസ് സാധനം കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ SB സർക്കിൾ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ SBIയുടെയും അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെയും ATM കൗണ്ടേഴ്സ് ഉള്ളത്. സോ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു മിനി ക്യാമ്പസ് ടൂർ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്കിപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് പോകുന്ന സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നന്നായിട്ടൊരു ആർട്ട് വർക്കും സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഗൺ ഷൂട്ടിൻ്റെ കോർണർ വരുന്നത്. അത്യാവശ്യം നല്ല രസമുള്ള ഗെയിം ആട്ടോ. ഞാൻ തത്വക്ക് കളിച്ചിരുന്നു. അത്യാവശ്യം ഭയങ്കര രസമാട്ടോ. നല്ല പെയിനൊക്കെ ഉണ്ടാവും ആ ഒരു ഷൂട്ടിൻ്റെ ഇത് സാധനം കൊള്ളുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സേഫ്റ്റി മെഷേഴ്സും സാധനങ്ങളും ഹെൽമെറ്റ്സ് ഒക്കെ തന്നിട്ടായിരിക്കും. അപ്പോൾ അവിടെ ഏതാണ്ട് 2-3 പേര് ഇതിനു വേണ്ടി റെഡി ആവുന്നുണ്ട്. സോ നമുക്ക് അവരുടെ വിഷ്വൽസും കൂടെ കാണാം. പിന്നെ നമ്മൾ ഇനിയും മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ കലോത്സവങ്ങളുടെ സ്റ്റേജസും സാധനങ്ങളും വരുന്നത്. പെയിന്റ് ബോളിൻ്റെ ഇവിടെ ബോർഡ് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു സ്റ്റേജിൻ്റെ പാർട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ സ്റ്റേജിൽ എന്താ നടക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റേജിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഇപ്പോൾ ഡാൻസ് ആ ഒരു രീതിയിൽ സിനിമാറ്റിക്കോ മറ്റോ ഡാൻസോ മറ്റോ ആണ് നടക്കുന്നത്. പിന്നെ ഈ ഒരു പാർട്ടിലേക്ക് വരികയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പാർട്ട് ആക്ച്വലി ഫുള്ളി ഒരു ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് സർക്കല ആ ഒരു സെറ്റപ്പുള്ള സാധനമാണ്. ഇവിടെ നമുക്ക് രാഗത്തിൻ്റെ വർക്ക്ഷോപ്പും അതോടൊപ്പം തന്നെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളുടെ ഐറ്റംസിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും. സോ പയ്യെ ക്രൗഡഡ് ആയിട്ട് വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടതിലും. പിന്നെ ഈ ഒരു പാർട്ടിലേക്ക് വരികയാണെങ്കിൽ സർഗലയത്തിൻ്റെ അതായത് കേരളാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ ഒരുപാട് ഐറ്റംസിൻ്റെ അതായത് നമ്മുടെ വീട്ടുകളിലൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പ് ഓഫ് ചെയേഴ്സ് അതോടൊപ്പം തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അതായത് നമ്മുടെ ബാഗ്സ് നമുക്കവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഒരുപാട് ബോട്ടിൽസ് അതോടൊപ്പം തന്നെ ഒരുപാട് അത്യാവശ്യം എസ്തെറ്റിക് ആയിട്ടുള്ള പല സാധനങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് അപ്പേറിയൽസ് നമ്മുടെ ഡ്രസ്സസ് സാധനങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ സ്റ്റോളിലേക്ക് വരികയാണെങ്കിൽ ബാംബൂ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ സ്റ്റോളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹൈ സൂറത്ത് പിന്നെ ഇവിടെ നമ്മുടെ വുഡൻ ക്രാഫ്റ്റിൻ്റെ ഒരുപാട് സാധനങ്ങൾ സൂറത്തിൻ്റെ ഗുജറാത്തിൻ്റെ ഫ്രണ്ട് ആട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു കോർണറിൽ പിന്നെ സ്ക്രൂ പൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൻലി ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ആക്ച്വലി ഫോർ ഹാൻഡ് മെയ്ഡ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ്. പിന്നെ കോക്കനട്ട് ഷെല്ലിൻ്റെ ക്രാഫ്റ്റിൻ്റെ വർക്ക് ഉണ്ട്. പിന്നെ ബാഗ്സും ഡ്രസ്സസും ആയിട്ടുള്ള സർഗലയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇനി വരുന്നതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ബ്ലോക്കിൻ്റെ ഇൻ ഫ്രണ്ട് ഓഫ് ഉള്ള ഗാർഡന്. സോ നമുക്ക് ആ ഒരു ഗാർഡനിൽ നമ്മുടെ ആമയൊക്കെ ഉള്ള ഒരു ഗാർഡൻ ആട്ടോ അത്. പിന്നെ നമുക്ക് അവിടെ ഒരു ബിഡുല ക്ലേ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഫോർ എ ലോങ് ടേം പോട്ടറി ക്ലാസ്സസ് എന്നിട്ട് ഇങ്ങനെയാണ് പോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെ കുറിച്ചിട്ട് ഒരു ക്ലാസ്സും സാധനങ്ങളും ആ ഒരു സെറ്റപ്പ് സാധനങ്ങളാണെന്ന് തോന്നുന്നത്. സോ പിന്നെ ദിസ് ഈസ് ചൈതന്യ ഓഡിറ്റോറിയം. ചൈതന്യ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഓടി എന്നാണ് പറയാറുള്ളത്. പിന്നെ അവിടെ ഇന്നലെയൊക്കെ ഒരു നൈറ്റിലൊക്കെ ആയിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒപ്പനയൊക്കെ അവിടെ നടന്നിരുന്നു. പിന്നെ ഇപ്പം അവിടെ എന്താ നമുക്ക് നോക്കാം. അവിടെ ആയിരുന്നു മെയിൻലി നമ്മുടെ പാഡ് വർക്കിൻ്റെ ഒക്കെ സെൻറ്റർ എന്ന് പറയുന്നത്. പിന്നെ പാഡ് വർക്ക് മീൻസ് നമ്മുടെ പോസ്റ്റർ ഡിസൈൻ ആൻഡ് ആർട്ടിൻ്റെ ഒരു വിങ് ആണ് ആക്ച്വലി രാഗത്തിൻ്റെ. പിന്നെ നമുക്ക് ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ എന്തെങ്കിലും കറൻലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത്. സോ ഇപ്പോൾ സ്റ്റിൽ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ പലയിടത്തും ഇവൻറ്റ്സുകളില്ല. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവൻറ്റ്സുകളൊന്നും കാണാൻ പറ്റില്ല. ഈ സ്റ്റേജ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ പ്രോഗ്രാംസും സാധനങ്ങളൊക്കെ വരും. സോ അവിടെയാണ് നമ്മുടെ ബാഡ്മിൻ്റൺ കോർട്സും സാധനങ്ങളൊക്കെ നടക്കുന്നത്. സോ നമുക്ക് ഈ രാഗത്തിൻ്റെ ഞാൻ ഇനീഷ്യലി പറഞ്ഞു വിട്ടിട്ട് ആർട്സും സാധനങ്ങളുമാണെന്ന്. ഇതിൻ്റെ ഒപ്പം സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. രാഗത്തിൻ്റെ ഭാഗമായിട്ട് ക്രിക്കറ്റ് ലീഗ് അതായത് RCL ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രാഗം ഫുട്ബോൾ ഉണ്ടായിരുന്നു, ബാഡ്മിൻ്റൺ, അങ്ങനെ എല്ലാ രീതിക്കും സ്പോർട്സ് ആൻഡ് ആർട്സ് എല്ലാം രാഗത്തിൻ്റെ പാർട്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റോൾസ് കാണാൻ പറ്റും. ഒരുപാട് സ്റ്റോൾസുകൾ അതായത് ഡ്രസ്സുകളുടെയും ഇവിടെ മെയിൻലി നമുക്കൊരു ഡ്രസ്സ് അതോടൊപ്പം തന്നെ റാഗി ബദാമിൻ്റെ ഒരു സ്റ്റോളും അതോടൊപ്പം അവിടെയും നമുക്ക് ഡ്രസ്സ് ഐറ്റംസുകളുടെ സ്റ്റോൾ തന്നെയാണ് മെയിൻലി. പിന്നെ നൈസ എന്ന് പറഞ്ഞിട്ട് ഒരു കോസ്മെറ്റിക് ഐറ്റംസിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആ ഒരു പാർട്ടിലേക്ക് നമുക്ക് ഫാൻസി ആൻഡ് കോസ്മെറ്റിക്സ് തന്നെയാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ഫാക്ടറി ഷൂ ഔട്ട്ലെറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹിജാബ്സ് ആൻഡ്
അഭയാസിൻ്റെതും അതോടൊപ്പം ഇവിടെ ഒരു ബുക്സിൻ്റെ കോർണർ ഉണ്ട്. ഇന്നലെ ഞാൻ കണ്ടിരുന്നത് 10 to 50% ഓഫിലാണ് ഈ ഒരു ബുക്സിൻ്റെ കോർണർ സെയിൽ നടക്കുന്നത്. പിന്നെ ആ ഒരു പാർട്ടിൽ നമുക്ക് വീണ്ടും ക്രാഫ്റ്റ് ഐറ്റംസ്, അതായത് ഒരു എക്സ്ട്രീ, അതായത് നമ്മുടെ ഫാൻസി ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ സാധനങ്ങൾ. പിന്നെ ഇവിടെ നമുക്ക് സ്പോർട്സ് ഡ്രസ്സസും അതോടൊപ്പം തന്നെ ആ ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ ഒരു സ്റ്റാളുമാണ് ഇവിടെ മെയിൻലി ഉള്ളത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് പറഞ്ഞ് നമ്മുടെ എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ അതായത് നമ്മളിപ്പോൾ ഉള്ളത് മെയിൻ ബിൽഡിങ്ങിൻ്റെ, അതായത് സെൻട്രൽ ക്യാമ്പസിലാണ്. സെൻട്രൽ ക്യാമ്പസിൻ്റെ ഫസ്റ്റാണ് നമ്മുടെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് ഒരുപാട് ബിൽഡിങ്സും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സും ഹോസ്റ്റൽസും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതാണ് മെയിൻലി നമ്മുടെ ക്യാമ്പസിൻ്റെ ഒരു സ്റ്റാർട്ട് ടു എൻഡ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ മെയിൻ ക്യാമ്പസിൻ്റെ, സെൻട്രൽ ക്യാമ്പസിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. സോ ഈ സൈഡിലാണ് നമ്മൾ സി ഹോസ്റ്റലും അതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻ ഫ്രണ്ടിലായിരുന്നു ഇന്നലെ ഡ്രാമയുടെ സാധനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ആ ഡ്രാമയുടെ സ്റ്റേജും കൂടെ ഒന്ന് കാണാമല്ലേ പോയിട്ട്. സോ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാണ് കണ്ടത് ബിലൗഡ് എന്ന് പറഞ്ഞിട്ട് ആർക്കിടെക്ചർ ബിൽഡിംഗ്. ഇതാണ് നമ്മുടെ ആർക്കിടെക്ചർ ബിൽഡിംഗ് എന്ന് പറയുന്നത്. സോ ആർക്കിടെക്ചർ ബിൽഡിങ്ങിലെ റൂം നമ്പർ 102 ബിലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കൂടെ നടക്കുന്നുണ്ട്. സോ ഇൻ ബിറ്റ്വീൻ ആയിട്ട് പോകുമ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്തായാലും നമ്മുടെ സി ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ ഇപ്പോൾ കറൻ്റ്ലി ഇവൻ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. സോ അവിടുത്തെ സാധനങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എന്നാൽ നമുക്ക് അവിടത്തേക്ക് എത്തിക്കാം. സോ ഞാനങ്ങനെ പറഞ്ഞ് നമ്മുടെ സി ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സി ഹോസ്റ്റൽ, എൻ്റെ ഹോസ്റ്റലാണ്. സോ ഞാൻ പറഞ്ഞത് മുമ്പ് സ്ട്രീറ്റ് പ്ലേ ആയിരുന്നു നമ്മുടെ സി ഹോസ്റ്റൽ ഫ്രണ്ടിലുള്ള ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ഇന്നലെ കഴിഞ്ഞു. ആക്ച്വലി ഇത് മൊത്തത്തിൽ ഡിസോർഡർ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു സ്ട്രീറ്റ് പ്ലേ എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രീറ്റിൽ നടക്കുക എന്നുള്ളത്, ആ ഒരു വൈബിലാണ് നമ്മൾ ആ ഒരു സ്ട്രീറ്റ് പ്ലേ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതിൻ്റെ വിഷ്വൽസ് ഞാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. വിഷ്വൽസ് എടുത്തിട്ടുണ്ട്, എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്തിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇത്ര തന്നെയാണ് നമ്മുടെ രാഗത്തിൻ്റെ എൻ്റയർ സാധനങ്ങൾ എന്ന് പറയുന്നത്. സോ അവിടെ ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. പക്ഷേ നോയ്സ് ഇഷ്യൂസും സാധനങ്ങളും കാരണം എനിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിൽ പോലും അത്യാവശ്യം ഏതാണ്ട് ഒരു 90% സാധനങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോ ഷോയുടെ പാർട്ടും സാധനങ്ങളൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഷോർട്സും വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ ബൈ.